ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് എക്സ്പ്രഷൻസ് ആണ്. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ. നമുക്ക് ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് സഹായിക്കുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡു യു മൈൻഡ് ആൻഡ് വുഡ് യു മൈൻഡ്. ഇത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പല ആളുകളും ഈ ഡു യു മൈൻഡ് ആൻഡ് വുഡ് യു മൈൻഡ് എന്ന ഈ രണ്ട് എക്സ്പ്രഷൻസ് മാറി മാറി ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവയ്ക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കും. ഡു യു മൈൻഡ് ആൻഡ് വുഡ് യു മൈൻഡ്, ഈ രണ്ട് എക്സ്പ്രഷനിലും മൈൻഡ് എന്ന ഒരു വാക്കുണ്ട്. മൈൻഡ് എന്നത് ഒരു വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ബി അനോയ്ഡ്, ബി ട്രബിൾഡ് എന്നൊക്കെയാണ് മീനിങ്. വിരോധമാവുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുക എന്നൊക്കെയുള്ള മീനിങ്. ഡു യു മൈൻഡ് ആൻഡ് വുഡ് യു മൈൻഡ്, ഈ രണ്ട് എക്സ്പ്രഷൻസും ഉപയോഗിക്കുന്നത് ഒന്ന് പൊളൈറ്റ് റിക്വസ്റ്റുകൾക്ക്, പിന്നെ ഒരാളോട് വളരെ മര്യാദയോടുകൂടി വളരെ മാന്യമായിട്ട് മര്യാദയോടുകൂടി ഒരു പെർമിഷൻ ചോദിക്കുന്നതിന്, ഒരു കാര്യം ചെയ്യുന്നതിനുള്ള പെർമിഷൻ ചോദിക്കുന്നതിന്. ആദ്യം നമുക്ക് പൊളൈറ്റ് റിക്വസ്റ്റുകൾ നോക്കാം. ഈ ഒരാളോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് പല വഴികളുമുണ്ട്. നമുക്ക് വളരെ വിനയത്തോടു കൂടി ചോദിക്കണമെങ്കിൽ നമുക്ക് അതേപോലെ നമ്മുടെ ബോഡി ലാംഗ്വേജും അതുപോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ ഒരു മാറ്റമൊക്കെ വരുത്തി നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ഒരു റൂമിലിരിക്കുന്നു, വിൻഡോയുടെ അടുത്ത് ഇരിക്കുന്ന ആളോട് ആ വിൻഡോ ഒന്ന് തുറന്നിടൂ എന്ന് പറയുന്നതിന് നമുക്ക് എന്തെല്ലാം രീതിയിൽ നമുക്ക് പറയാം. ആ വിൻഡോ ഒന്ന് തുറന്നിടുമോ എന്ന് ചോദിക്കാം. ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യുമോ? അത് മലയാളത്തിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാത്രം മതി, ഒന്ന് തുറന്നിടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ അങ്ങനെയല്ല. അതിന് പ്രത്യേക തരത്തിലൊക്കെ ചോദിക്കുമ്പോഴാണ് പൊളൈറ്റായിട്ട് ചോദിക്കുന്നതും അതുപോലെ ഒരു എക്സ്ട്രാ പൊളൈറ്റ്നെസ് സെൻറ്റൻസിൽ വരുത്തേണ്ടതും ഒക്കെ. അതാണ് ഈ രണ്ട് എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മൾ ചോദിക്കേണ്ടത്. വിൻഡോയുടെ അടുത്ത് ഇരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്നാണ്. ആ വിൻഡോ തുറന്നിടുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്നാൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് മീനിങ്. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒന്നും ചോദിക്കാറില്ല. നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ച് തന്നെ, നമ്മുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് തന്നെ അതെല്ലാം വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇംഗ്ലീഷിൽ അത് കറക്റ്റ് ആവുന്നത്. വളരെ പൊളൈറ്റ്നെസ്സോടുകൂടി വളരെ മാന്യമായിട്ട് നമ്മൾ പറയുകയാണ് ഒരാളോട്, വളരെ പൊളൈറ്റ്നെസ്സോടുകൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ആ പറയുന്ന ആളോടാണ് അത് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ആ ജനൽ ഒന്ന് തുറന്ന് ഇടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, വിരോധമുണ്ടോ, നിങ്ങൾ ആ ജനൽ തുറന്നിടൂ എന്ന് പറയുകയേ വേണ്ടൂ. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോൾ ഇങ്ങനെയാണ്. വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ദ വിൻഡോ എന്നാണ് പറയുന്നത്. ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പൺ തുറക്കുക, ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഓപ്പൺ എന്ന വേർബിൻ്റെ ING ഫോമാണ് അത്. ഇനി ആ ജനലൊന്ന് അടച്ചിടുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെ? വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ. ക്ലോസ് എന്നതിൻ്റെ ING ഫോം ഉപയോഗിച്ചു. അപ്പോൾ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഏത് വേർബാണോ ആ വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കുക. വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് കമ്മിങ് ഹിയർ, നിങ്ങൾക്ക് ഇവിടേക്ക് വരുന്നതിൽ വിരോധമുണ്ടോ? ഓ പ്ലീസ് ഒന്ന് ഇങ്ങോട്ട് വരൂ എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയുക. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുക. വുഡ് യു മൈൻഡ് കമ്മിങ് ഹിയർ. അപ്പോൾ അതാണ് വുഡ് യു മൈൻഡിൻ്റെ ഉപയോഗം. വളരെ പൊളൈറ്റായിട്ട് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് അതിനുപയോഗിക്കേണ്ട സ്ട്രക്ചർ വുഡ് യു മൈൻഡ് കഴിഞ്ഞിട്ട് ഏത് വേർബാണോ നമുക്ക് വേണ്ടത്, ഏത് ക്രിയയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ ഒരു ING ഫോം. ഇനി എങ്ങനെയാണ് ഡു യു മൈൻഡ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരവസരത്തിൽ ഡു യു മൈൻഡും ഉപയോഗിക്കാം. ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ വിൻഡോ തുറന്നിടുന്നതിൽ വിരോധമുണ്ടോ എന്ന് തന്നെയാണ് മീനിങ്. ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, രണ്ടും കറക്റ്റ് തന്നെ. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ, ഡു യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ, സെയിം തന്നെ. അപ്പോൾ പിന്നെ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെയും ഡു യു മൈൻഡ് കഴിഞ്ഞിട്ട്
ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിംഗ് വേർബിൻ്റെ ING ഫോം തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ എന്താണ് ഈ വുഡ് യു മൈൻഡും ഡു യു മൈൻഡും തമ്മിലുള്ള വ്യത്യാസം? അത് ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസമുള്ളത്, വുഡ് യു മൈൻഡ് കുറേ കൂടി ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല വുഡ് യു മൈൻഡ് ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രാ പൊളൈറ്റ്നെസ് വന്നു, ഒരുപാട് പൊളൈറ്റായി. ഡു യു മൈൻഡ് ആവുമ്പോൾ അത്രയ്ക്ക് പൊളൈറ്റ്നെസ് ഇല്ല, പക്ഷേ പൊളൈറ്റായിട്ട് തന്നെയാണ്. അത്രയേ അത് തമ്മിലുള്ള വ്യത്യാസം ഇത്തരം ഒരു കോണ്ടെക്സ്റ്റിൽ ഉള്ളൂ. ഇനി വേറെ കുറച്ച് എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അവനെ വിളിക്കുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് കോളിംഗ് ഹിം? കോൾ എന്നത് വിളിക്കുക, കോളിംഗ് ING ഫോം ഉപയോഗിച്ചു. അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ഡു യു മൈൻഡും ഉപയോഗിക്കാം. ഡു യു മൈൻഡ് കോളിംഗ് ഹിം? നിങ്ങൾക്ക് എൻ്റെ കൂടെ വരുന്നതിൽ വിരോധമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ? വുഡ് യു മൈൻഡ് അല്ലാതെ അവിടെ ഡു യു മൈൻഡ് ഉപയോഗിക്കാം. ഡു യു മൈൻഡ് കമ്മിങ് വിത്ത് മീ? നിങ്ങൾക്ക് വീട് ക്ലീൻ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ക്ലീനിങ് ദ ഹൗസ്? അല്ലെങ്കിൽ ഡു യു മൈൻഡ് ക്ലീനിങ് ദ ഹൗസ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ വാട്ട് യു ആർ ഡൂയിങ്? ടെല്ലിങ്, ടെൽ എന്ന വേർബിൻ്റെ ING ഫോം. അവിടെ ഡു യു മൈൻഡ് ടെല്ലിങ് മീ വാട്ട് യു ആർ ഡൂയിങ്? അതും സെയിം മീനിങ് തന്നെയാണ്. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? വുഡ് യു മൈൻഡ് ബീയിങ് ക്വൈറ്റ് ഫോർ എ മിനിറ്റ്? അവിടെ നമുക്ക് ഡു യു മൈൻഡ് ഉപയോഗിക്കാം. ഡു യു മൈൻഡ് ബീയിങ് ക്വൈറ്റ് ഫോർ എ മിനിറ്റ്? അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റുകൾക്ക് വേണ്ടി ഡു യു മൈൻഡും വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. രണ്ടിനും ഒരേ സ്ട്രക്ചർ തന്നെയാണ്. അത് മനസ്സിലായല്ലോ. ഇനി വേറെ ഒരു ഉപയോഗം, ചില ആളുകളോട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് പെർമിഷൻ ചോദിക്കുന്നതിന്. നമ്മളൊരു കാര്യം ചെയ്യാൻ മറ്റുള്ളവരോട് പെർമിഷൻ ചോദിക്കുന്നു. ഇപ്പോൾ വിൻഡോ ക്ലോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാൻ ആ വിൻഡോ ഒന്ന് തുറന്നിടുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഒരു തരത്തിൽ ഒരു പെർമിഷൻ ചോദിക്കലാണ്. പക്ഷേ വളരെ വിനയത്തോടുകൂടി, പൊളൈറ്റ്നെസ്സോടുകൂടിയാണ് ചോദിക്കുന്നത്. അവിടെയും നമുക്ക് ഈ വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് ഉപയോഗിക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ വിൻഡോ എന്നാണ് ചോദ്യം. വുഡ് യു മൈൻഡ് ഇഫ് അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് ഓപ്പൺഡ് എന്നാണ്. അത് ഒരു വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം അല്ലെങ്കിൽ V2 ഫോം, അതും അല്ലെങ്കിൽ സെക്കൻഡ് ഫോം എന്ന് പറയാം. അപ്പോൾ അതാണ് ഉപയോഗിക്കേണ്ടത്. ഓപ്പൺഡ് എന്നാണ് ഉപയോഗിച്ചത്. ഓപ്പൺ എന്നതാണ് ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോം. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഡു യു മൈൻഡ് ഉപയോഗിച്ചും ചോദിക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ എന്നാണ് ചോദിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഡു യു മൈൻഡ് ഉപയോഗിക്കുമ്പോൾ ഓപ്പൺ എന്നാണ് ഉപയോഗിച്ചത്. വുഡ് യു മൈൻഡ് ഉപയോഗിച്ചപ്പോൾ ഓപ്പൺഡ് എന്ന് ഉപയോഗിച്ചു. അതാണ് ഇത് തമ്മിലുള്ള ആ ഉപയോഗത്തിലുള്ള ഒരു വ്യത്യാസം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺഡ് ദ വിൻഡോ? ഡു യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ വിൻഡോ? ഇനി ഞാൻ ആ ചോക്ലേറ്റ് കഴിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിക്കാനുള്ളൊരു പെർമിഷൻ എടുക്കുകയാണ്. പക്ഷേ അത് വളരെ വിനയത്തോടു കൂടിയാണെന്ന് മാത്രം. അവിടെ വുഡ് യു മൈൻഡ് ഇഫ് ഐ എയ്റ്റ് ദ ചോക്ലേറ്റ്? എയ്റ്റ് എന്നത് ഈറ്റ്, കഴിക്കുക, അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ഫോമാണ് എയ്റ്റ്, V2 ഫോം. അതേസമയം ഡു യു മൈൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഡു യു മൈൻഡ് ഇഫ് ഐ ഈറ്റ് ദ ചോക്ലേറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വുഡ് യു മൈൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചു. പക്ഷേ ഡു യു മൈൻഡ് ആവുമ്പോൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വുഡ് യു മൈൻഡ് ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V2 ഫോം. ഡു യു മൈൻഡ് ഇഫ് സബ്ജക്റ്റ് പ്ലസ് ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ റെസ്റ്റ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ ടുക്ക് റെസ്റ്റ്? ടുക്ക്, ടേക്ക് എന്നതിൻ്റെ V2 ഫോം. ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെ. ഞാൻ റെസ്റ്റ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് തന്നെയാണ് മീനിങ്. ഞാൻ ഇത് കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നതിൽ, പിന്നീട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ഇഫ് ഐ
ഡിഡ് ദിസ് ലേറ്റർ. ഡു എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഡിഡ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഡിഡ് ദിസ് ലേറ്റർ? ആ സെയിം സെൻറ്റൻസ്, ആ സെയിം മീനിങ്ങിൽ തന്നെ നമുക്ക് ഡു യു മൈൻഡ് ഉപയോഗിക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ ഡു ദിസ് ലേറ്റർ? നോക്കൂ, ഡു ആണ് അവിടെ ഉപയോഗിച്ചത്, V1 ഫോം. അപ്പോൾ പൊളൈറ്റ് റിക്വസ്റ്റിന് അതുപോലെ തന്നെ പൊളൈറ്റായിട്ട് നമുക്ക് പെർമിഷൻ എടുക്കുന്നതിനും ഒക്കെ വുഡ് യു മൈൻഡ് ആൻഡ് ഡു യു മൈൻഡ് എന്നീ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. ഇനി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ, ഞാനിതൊന്ന് തുറന്നിടുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിതിനൊക്കെ ആൻസർ പറയണ്ടേ? അപ്പോൾ ആൻസർ എങ്ങനെ പറയുക? അതല്ല, ഇപ്പോൾ നമ്മൾ ഒരു പാർക്കിലിരിക്കുന്നു, ആ പാർക്കിൽ ഒരു ബെഞ്ചിൽ നമ്മളിരിക്കുന്നു. ആ സമയത്ത് ബെഞ്ചിൽ കുറച്ചുകൂടി സ്ഥലമുണ്ട് വേറെ ആളുകൾക്ക് ഇരിക്കാൻ. അപ്പോൾ വേറെ ഒരാൾ വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ്? കുറച്ചൊന്ന് നീങ്ങിയിരിക്കുമോ എന്ന്. കുറച്ച് നീങ്ങിയിരുന്നാൽ അവർക്ക് കൂടി അവിടെ ഇരിക്കാം. അപ്പോൾ വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ മറുപടി പറയുക? നമുക്ക് സമ്മതമാണ്, ഓക്കെ, അവരവിടെ ഇരിക്കുന്നതിൽ നമുക്കൊരു വിരോധവുമില്ല എങ്കിൽ എന്ത് പറയാം? വിരോധം ഇല്ല എന്നല്ലേ പറയേണ്ടത്? നോ, നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നോ, നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. അതല്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയാം. വുഡ് യു മൈൻഡ് എന്നല്ലേ ചോദിക്കുന്നത്? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോ, ഐ വുഡിൻ മൈൻഡ് എന്നും പറയാം. ഇങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ആൻസർ പറയാം. അതേസമയം നമുക്ക് അവർ അവിടെ ഇരിക്കുന്നതിൽ നമുക്ക് വിരോധമുണ്ട്, നമുക്ക് ഇഷ്ടമില്ല അവരവിടെ ഇരിക്കാൻ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് പറയും? യെസ്, ഐ വുഡ് മൈൻഡ്. അതല്ലെങ്കിൽ സോറി, ഐ എം സോറി എന്ന് പറയാം. അതല്ലാതെ ഒരാൾ വന്ന് നമ്മുടെ അടുത്തിരിക്കാൻ, ഒരാൾ വന്നിട്ട് നമുക്ക് ആ ബെഞ്ചിലിരിക്കാൻ ചോദിക്കുന്നു, പെർമിഷൻ ചോദിക്കുന്നു, അപ്പോൾ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? നമുക്ക് വിരോധമുണ്ട് എന്നല്ലേ? വിരോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിരോധമുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസറും കുറച്ച് ശ്രദ്ധിക്കണം. ഇനി ഡു യു മൈൻഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫ്രണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഡു യു മൈൻഡ് കമ്മിങ് വിത്ത് മീ എന്ന്. എൻ്റെ കൂടെ വരുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡു യു മൈൻഡ് കമ്മിങ് വിത്ത് മീ? അപ്പോൾ നമുക്ക് വിരോധമില്ല, നമുക്ക് പോകാൻ താല്പര്യമുണ്ട് എങ്കിൽ എന്തു പറയും? നോ, ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ വരാം എന്നാണ് ഇവിടെ പറയുന്നത്. നോ, ഐ ഡോണ്ട് മൈൻഡ്. ഇനി അതുമല്ലെങ്കിൽ നോ പ്രോബ്ലം, നോ, നോട്ട് അറ്റ് ഓൾ എന്ന് പറയാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഇഫ് ഐ വെൻറ്റ് ദർ? വുഡ് യു മൈൻഡ് ഇഫ് ഐ വെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്നാണ്. അത് ഒരു തരത്തിലൊരു പെർമിഷൻ ചോദിക്കലല്ലേ? അപ്പോൾ നമ്മൾക്ക് വിരോധം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? നോ പ്രോബ്ലം അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നോ, ഗോ എഹെഡ്, പോയിക്കോളൂ, അതായത് നിങ്ങളത് ചെയ്തോളൂ എന്നാണ്. ഇനി നമുക്ക് വിരോധം ഉണ്ട് എന്നാണെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ വെൻറ്റ് ദർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വിരോധമുണ്ട്, അപ്പോൾ എന്ത് പറയും? യെസ്, ഐ വുഡ് മൈൻഡ്. യെസ്, ഓഫ് കോഴ്സ്. ഇനി ഡു യു മൈൻഡ്, ഡു യു മൈൻഡ് ആണ് ഉപയോഗിക്കുന്നത്. ഡു യു മൈൻഡ് ഇഫ് ഐ ഗോ ദർ? ഞാൻ അവിടെ പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്ന് തന്നെയാണ് ആ ക്വസ്റ്റിൻ്റെ മീനിങ്. നോ പ്രോബ്ലം, നമുക്ക് വിരോധമില്ല. ഐ ഡോണ്ട് മൈൻഡ്, എനിക്ക് വിരോധമില്ല എന്ന് തന്നെയാണ് അവിടെ. നോ, ഐ ഡോണ്ട് മൈൻഡ്. ഇനി വിരോധം ഉണ്ട് എന്നാണെങ്കിലോ? സോറി, ഐ ആം സോറി. അതല്ലെങ്കിൽ ഐ ഡു മൈൻഡ്, ഐ ഡു മൈൻഡ്. അപ്പോൾ വുഡ് യു മൈൻഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോഴും ഡു യു മൈൻഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും എക്സാംസിനൊക്കെ, PSC എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് വുഡ് യു മൈൻഡ് ആൻഡ് ഡു യു മൈൻഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അതൊന്നുകൂടി നോക്കാം. വുഡ് യു മൈൻഡ് ചെക്കിംഗ് ദിസ് ഫോം? ഈ ഫോം ഒന്ന് ചെക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്നാണ്. അവിടെ അവരോട്, നമ്മൾ പറയുന്ന ആളോട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്, അതൊരു റിക്വസ്റ്റാണ്. അതേസമയം വുഡ് യു മൈൻഡ് ഇഫ് ഐ ചെക്ക്ഡ് ദിസ് ഫോം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ ഫോം ചെക്ക് ചെയ്യുന്നതിൽ വിരോധമുണ്ടോ? അത് ഒരു പെർമിഷൻ എടുക്കലാണ്. ഞാൻ ചെക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡു യു മൈൻഡ് ഉപയോഗിക്കുമ്പോഴും ഡു യു മൈൻഡ് ചെക്കിംഗ് ദിസ് ഫോം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ആളോട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്, നിങ്ങൾ ഈ ഫോം ചെക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ്. അതേസമയം ഡു യു മൈൻഡ് ഇഫ് ഐ
ചെക്ക് ദിസ് ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫോം ചെക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നാണ്. അപ്പോൾ ഇത്തരം ആ ഒരു ഉപയോഗം, അതിൻ്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇനി 2 സെൻറ്റൻസസ്, അത് കറക്റ്റാണോ റോങ് ആണോ എന്നൊക്കെ ഒന്ന് പറയുക. കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഗോ ഔട്ട് ടു ഈറ്റ്? ഞാൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ എന്നാണ്. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഗോ ഔട്ട് ടു ഈറ്റ്? വേറൊരു സെൻറ്റൻസ്, ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ്ഡ് യുവർ ലാപ്ടോപ്പ്? ഈ 2 സെൻറ്റൻസും കറക്റ്റാണോ അതല്ലെങ്കിൽ റോങ് ആണോ എന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.